പിടിയടാ. ഇന്നെങ്കിലും ആ പഹയന്റെ പണി തീർത്തിരിക്കണം. നിങ്ങൾ ബേജാറാണ്ടിരിക്കേ, ഇന്ന് ഓനെ നമ്മൾ വെട്ടി മയ്യത്താക്കിയിരിക്കും. അച്ഛൻ എന്താ അമ്മ വരാത്തെ? മോന് സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയതല്ലേ, ഇപ്പൊ വരും കേട്ടോ. എന്തോ അമ്മ സർപ്രൈസ്? പറ പറ. ഈയുടെ മണ്ട ശിരോമണി, സർപ്രൈസ് പുറത്ത് പറഞ്ഞ പിന്നെ എന്തോന്ന് സർപ്രൈസ് ആടാ. അതെ, ഉണ്ണിക്കുട്ടന്റെ അച്ഛൻ ഉണ്ണിക്കുട്ടനെ തരാനായിട്ട് വലിയ ഒരു സർപ്രൈസുമായി ഓടി 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 വരുവേ. അമ്മ അമ്മ അച്ഛൻ എന്താ വരാത്തെ? ഇപ്പൊ വരും കേട്ടോ. അച്ഛൻ വന്നേ, അച്ഛൻ വന്നേ. അയ്യോ, അവരെന്നെ കൊല്ലാൻ, അവരെന്നെ കൊല്ലാൻ. ഇതാരാണ് ചെയ്തത്? എന്തിനാണ് ഒറ്റയ്ക്ക് പോയത്? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകരുത്, ആരെങ്കിലും കൂട്ടി വിളിച്ചോണ്ട് പോകണമെന്ന്. ഇടി മോളെ, വെള്ളം. ഞങ്ങളെ തൊട്ടിട്ട് നീ ജീവിക്കൂടാ. എന്റെ മക്കളെ ഞങ്ങൾ എന്ത് വേണമെങ്കിൽ പന്നീന്റെ മോളെ എന്ത് വേണേലും നീ തരുമല്ലേ? എന്നാ ഇവനും ഇവന്റെ കൂട്ടുകാരും കൂടി കുത്തിക്കൊന്ന് ഞങ്ങളുടെ ബഷീറത്താണ് പന്നി. എന്നാ നിന്റെ മോനെ വിട്ടേക്കാടാ, തരാൻ പറ്റൂടാ പന്നി. മാറി നിൽക്കണേ, ഇല്ലേ കൊച്ചിന് തന്തയുണ്ടാവില്ല തള്ളയുണ്ടാവില്ല. കുത്തിക്കീറായി പന്നി. എന്നാടാ നിന്റെ കൊച്ചിന്റെ പിറന്നാളിന്റെ പങ്ക് തിന്നടാ. അയ്യോ അച്ഛ, അയ്യോ അച്ഛ, പാമ്പ് പാമ്പ്. അയ്യോ അമ്മേ അമ്മേ, പാമ്പ്. അയ്യോ പാമ്പ്. അയ്യോ അപ്പൂപ്പ അപ്പൂപ്പ, പാമ്പ് പാമ്പ്. അയ്യോ അച്ഛ അച്ഛ, പാമ്പ് പാമ്പ് പാമ്പ്.
ഇതിങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകുന്നേ? എടോ അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാനല്ലേ പറയുന്നത്. ആ, അത് കേട്ടാ മതി. ഗുരുജി ഏറ്റത് കറക്റ്റ്. പെങ്ങളെ ഒട്ടും വിഷമിക്കണ്ട. രാജേഷിനെ കൊന്നവന്മാരെ ഒരാഴ്ചക്കുള്ളിൽ തീർത്തിരിക്കും. ഞങ്ങളാ പറയുന്നത് അല്ലേടോ? ആ, അതുങ്ങൾക്ക് തീരെ വയ്യ. ഓരോന്ന് പറഞ്ഞവരെ പേടിപ്പിക്കല്ലേ. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളുകല മൂപ്പിന്നേ. പേടിച്ചു തോറി. ഇവൻ അങ്ങനെയൊന്നുമല്ല, സാക്ഷാൽ തൃശൂലമാ. തൃശൂലം. നല്ല ട്രെയിനിങ് കൊടുത്ത ഇവൻ രാജേഷിനേക്കാൾ സൂപ്പറായിട്ട് വരും ഗുരുജി. എടോ ഈ മരുന്നൊക്കെ എടുത്ത് പുറത്തറി. ഇതേ അറുകൊലയ്ക്ക് പൂജിച്ചതാ. ഇനി ഇവിടെ ഒരു സൈക്യാട്രിസ്റ്റും വേണ്ട. അയ്യോ എൻ്റെ അമ്മച്ചി, പാമ്പ് മോനെ, ഒന്നുമില്ല. കരയാതെ. പാമ്പ് പാമ്പ് പാമ്പ്. കുറെ പ്രതികാരക്കാര് വന്നിരിക്കുന്നു. എന്റെ മോൻ വലിയൊരു തെറ്റ് ചെയ്തു. അതിന്റെ ശിക്ഷ അവന് കിട്ടി. ബാക്കി ഞങ്ങൾ അനുഭവിച്ചോളാം. ഇനി മേലിലൂടെ വരരുത് പറഞ്ഞേക്കാം. ചേട്ടാ ഇതെന്തു? ഇതെന്തുട്ട് ശബി? അനുഭവിക്കട്ടെ. വാടാ. അനുഭവിച്ചോട്ടാ. മോനെ വേണ്ടാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്. أشهد أن لا അല്ലാഹ്. إله إلا الله أشهد أن ഒയിലേറെ محمد رسول الله حي على الفلاح പേടിക്കണ്ടോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾ കയറി വരീൻ. ഒരു പിഞ്ചു കുഞ്ഞിന്റെയും ഭാര്യയുടെയും കൺമുമ്പിലിട്ട് എന്റെ മോന് അതിന് കൊലക്കത്തി തേച്ചു കൊടുത്ത നിങ്ങളുടെ മകനെ കൊല്ലാൻ അവര് തയ്യാറായിരിക്കുക. അവനോട് ഈ നാട് വിട്ട് പോകാൻ പറയടൂ. എവിടെങ്കിലും പോയി ജീവിക്കാൻ പറ. എന്റെ പടച്ചോനെ, എഴുന്നേക്കാൻ. എന്നെ രക്ഷിക്കാൻ കോട്ട പോലെ എന്റെ ആൾക്കാർ ചുറ്റിനുമുണ്ട്. അതിന് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, മനസ്സിലായോ? ഡാ അക്ബറേ, ഇങ്ങനത്തെ ഒരു വാപ്പ. ഇയാൾ അവരുടെ ചാരനാണ് വാപ്പ. എന്നെ കൊല്ലാൻ പോണെന്ന് പറയുമ്പോ നമ്മുടെ ആൾക്കാർ ഇവിടെ വരും. ആ സമയത്ത് ഇവന്മാർക്ക് വേറെ ആളിനെ കൊല്ലാം. അതാ ഈ അറാമ്പറന്നവന്മാരുടെ പ്ലാൻ. എന്റെ റബ്ബേ, നിന്നെ ഓർത്തല്ലടാ ഞാനിങ്ങോട്ട് വന്നത്. എന്റെ മോടെയും കുഞ്ഞിന്റെയും ഗതി ഇവർക്ക് വരരുത്, ഈ വാപ്പായ്ക്കും. വാപ്പ ഇറങ്ങണോ? പഠിച്ച ഒരാളുണ്ടെങ്കിൽ ആ മൂത്തോരുടെ നാക്കിന്ന് വീണത് വെറും വാക്കല്ല മോനെ, സത്യമാ സത്യം. അല്ലാ
നമസ്കാരം. ഞെട്ടിപ്പിക്കുന്ന പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് പാലക്കാട് വീണ്ടും കൊലപാതകം. പാലക്കാട് ടൗൺ സ്വദേശി അക്ബറാണ് കൊല ചെയ്യപ്പെട്ടത്. രാജേഷ് വധക്കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ് അക്ബർ. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ അക്രമികൾ ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ടാണ് അക്ബറിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ 3ാമത്തെ കൊലപാതകമാണ് ഒരു ജില്ലയിൽ നടക്കുന്നത്. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് തുടർ കൊലപാതകങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കേരളത്തിൽ മതതീവ്രവാദ സംഘടനകൾ പിടിമുറുകുകയാണെന്നും മുൻ കൊലപാതകങ്ങളിലെ പ്രതികളെ പിടികൂടാനാകാത്തത് ഭരണ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നും ആഭ്യന്തരമന്ത്രി രാജിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികളെ പിടികൂടാനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. നാളെ തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. അക്ബറിന്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് ഇന്ന് ഹർത്താൽ. പരക്കെ അക്രമം. നാളെ സംസ്ഥാനത്ത് ഹർത്താൽ. ഇവിടത്തെ പണി കഴിഞ്ഞിട്ടേ ആഴ്ച 1 ഓന്റെയൊക്കെ കുടൽമാല ഇനിയും പുറത്തെടുത്തിട്ടില്ല. 2 ദിവസം അതിലൊരുത്തനെ കൊത്തിയെരിഞ്ഞ് നമ്മൾ ഇറച്ചി കടയിൽ തൂക്കിയിരിക്കും. പടച്ചോനാണ് സത്യം. ഓ, നിങ്ങൾക്ക് വിവരം ഉണ്ടോ കൊച്ചാപ്പ? കണ്ട് ഈ ബിലീസുകളുടെ വിഷം കൊടുത്ത് കൊച്ചിന്റെ ഒബ്ലാങ്കട്ട തളർത്തി കളയാൻ. ഇതണ്ടാ വയസ്സുകാലി പോയി തന്നുള്ള യവൻ അകത്തേക്ക് ചെന്നാലുണ്ടല്ല ഓടകത്ത് കുടിയിരിക്കുന്ന ശൈത്താന്മാർ തൂറിക്കൊണ്ടോടും. എന്തുട്ടാ പുള്ളിയത്? മുല്ലാക്കയ്ക്ക് വട്ടടിച്ച ഇതെന്താണ് ഇപ്പൊ ഇത്? റബ്ബിലാമീനായ തമ്പുരാനെ, മതതീവ്രവാദ സംഘടനകൾക്ക് കീഴടങ്ങാനുള്ളതാണോ കേരളത്തിന്റെ മതേതര മനസ്സ്? തുടരെ ഉണ്ടാവുന്ന 3 കൊലപാതകങ്ങളിൽ ഭയന്ന് വിറച്ചിരിക്കുകയാണ് മലയാളികൾ. ഒന്നായി കഴിഞ്ഞിരുന്ന ഒരു ജനത പരസ്പരം ഭീതിയുടെയും വെറുപ്പിന്റെയും സംശയത്തിന്റെയും അകൽച്ചയിലായി കഴിഞ്ഞു. ഈ വെറുപ്പിന്റെയും ഭയത്തിന്റെയും അന്തരീക്ഷം മാറ്റി ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ആര് മുൻകൈയെടുക്കും? ഇതാണ് ഇന്നത്തെ പ്രൈം ടൈം ചർച്ചയിലെ വിഷയം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ എന്താ പറ്റി ഇവിടെ? എന്താന്നറിയില്ല, വണ്ടിന്ന് വീണാണെന്ന് തോന്നുന്നു. കുറെ സമയത്ത് കിടക്കുക. അല്ല, ഇത് നമ്മുടെ മൂത്താരല്ലേ? പഠിച്ചോനെ, എന്റെ പരീക്ഷണം ഇതുവരെ തീർന്നില്ലേ?
നിങ്ങൾ എന്താണോപ്പാ നോക്കി നിൽക്കണേ? ആരെങ്കിലും ഒരാൾ പോയി വണ്ടി വിളിക്കേ. അതേ വണ്ടി വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്. നിങ്ങൾ പോയി വണ്ടി വിളിക്കേന്ന്. വരുന്നുണ്ട് വണ്ടി. മൂത്താരെ, 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 നിങ്ങളോട് ആരാ ഈ ചതി ചെയ്തേ? നിങ്ങൾ പറ മൂത്താരെ. പേടിക്കണ്ട മൂത്താരെ, കുഴപ്പമില്ലെന്നേ. വണ്ടി വന്നു, എല്ലാവരും സഹകരിച്ച് പിടിക്ക്. കാഴ്ച കണ്ട് നിൽക്കാതെ ഒരു കൈ താങ്ങടങ്ങി മാറുകളെ. ഒന്ന് പിടിക്കടാ. എല്ലാവരും പിടിച്ചേ. ഇങ്ങോട്ട് കയറ്റി. പെട്ടെന്ന് വണ്ടി ഇപ്പൊ എല്ലാവരും കേട്ടി. ആ ഡോർ അടച്ചേ. വിട്ടോ. പോട്ടെ. വിട്ടു. മോനെ, ഇച്ചിരി സ്പീഡിൽ വണ്ടി വിടറാ. പഠിച്ചോനെ, ഒന്ന് കാത്തോണേ. മൂത്തോരെ കാത്തോണേ. മോനെ, കുറച്ച് സ്പീഡിൽ വിട്. മൂത്താരെ,